ഈ ഒരു അനാലിസിസിൻ്റെ തലക്കെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു കാണും. സെപ്റ്റംബർ 18-ന് ശേഷം എന്ത് സംഭവിക്കും? അപ്പോൾ സെപ്റ്റംബർ 18-ന് പ്രാധാന്യം എന്തെന്നുള്ളത്, സെപ്റ്റംബർ 18-നല്ല, ശരിക്കും സെപ്റ്റംബർ 17-നാണ് പ്രാധാന്യമുള്ളത്. അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 17-ന്. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ABP ഗ്രൂപ്പിൻ്റെ ബിസിനസ് വാർത്തകൾ മാത്രം ചെയ്യുന്ന ബിസിനസ് വേൾഡിൽ ഒരു ലേഖനം വരികയുണ്ടായി. ആ ലേഖനം ശരിക്കും ജ്യോതിഷപരമായിട്ടുള്ള ഒരു ലേഖനമാണ്. ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകാം, പക്ഷേ ജ്യോതിഷത്തെ പ്രൊമോട്ട് ചെയ്യാനുമല്ല ഇത്തരമൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അതിൽ പറയുന്ന ചില വിശകലനങ്ങൾ യാഥാർത്ഥ്യം തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഈ ബിസിനസ് വേൾഡിൽ വന്ന ലേഖനം ഇപ്പോൾ വന്നതല്ല, വളരെ നേരത്തെ വന്നൊരു ലേഖനമാണ്. ഏതായാലും ആ ഒരു കാര്യം അതിൽ പറയുന്നത് സെപ്റ്റംബർ 17-ന് ശേഷം നരേന്ദ്രമോദിയുടെ കഷ്ടകാലങ്ങൾ പതുക്കെ മാറി തുടങ്ങും എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. അതിന് സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മളിന്ന്. ഏതായാലും അതിൽ പറയുന്നൊരു കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ ഒരു പരമോന്നത പുരസ്കാരം ലഭിക്കും അദ്ദേഹത്തിന് എന്നാണ് ആ ജ്യോതിഷികളുടെ ഒരു പ്രവചനം. അത് ആ ബിസിനസ് വേൾഡിലെ ജ്യോതിഷി മാത്രമല്ല, മറ്റനവധി ജ്യോതിഷികളും അത്തരത്തിലുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട്. അതിനൊരു സാധ്യതകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിൽ മോദിക്ക് നോബൽ പ്രൈസ് കിട്ടും എന്നുള്ള കാര്യം BJPയുടെ അംഗങ്ങൾ പോലും രഹസ്യമായും പരസ്യമായും പറയുന്ന ഒരു കാര്യമാണ്. ഒരു സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അതിനേക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ആശങ്ക നൽകുന്ന ചില കാര്യങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് പല രാജ്യങ്ങളുമായും ശത്രുതാപരമായ രീതിയിലേക്ക് കാര്യങ്ങളിൽ നിന്നും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത്, മോദി പഴയ പ്രഭാവത്തിൽ തന്നെ തിരിച്ചെത്തും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളായാലും വാക്കുകളായാലും ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് വലിയ ശക്തിയോടെ പഴയ രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചെത്തും, ലോകത്തിൻ്റെ നേതാവായി മാറും എന്നൊക്കെ ആ ഒരു സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു വലിയ ലേഖനം തന്നെയാണ്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സമീപ സമയത്ത് തന്നെ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം അടുത്ത പാർലമെൻറ്റ് സെഷനിൽ അവർക്ക് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, 4 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഒരു അവസരത്തിൽ BJPക്ക് മുൻപോട്ട് വെക്കാനുള്ള പ്രധാന അജണ്ടകളിലൊന്ന് ഏകീകൃത സിവിൽ കോഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ സമ്മേളന കാലയളവിൽ ഏക സിവിൽ കോഡ് പാർലമെൻറ്റിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. അത് പാസ്സാക്കുമോ ഇല്ലയോ എന്നുള്ള, ഇല്ലെങ്കിൽ അത് പാസ്സാക്കാൻ എന്തെങ്കിലും ശ്രമം BJPയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തതയില്ല എങ്കിൽ പോലും അത് രാജ്യത്ത് മുഴുവൻ ഒരു ചർച്ചയാക്കാൻ BJP ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ വഖഫ് ബില്ല് BJPയെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. ഒപ്പം തന്നെ അത് നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ബിൽ ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയുടെ ആ ഒരു പരിഗണനയിലിരിക്കുന്ന ബില്ലാണ്. അത് പാസ്സാക്കുക തന്നെ ചെയ്യും എന്ന് BJP പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യം ഇവിടെ നിർണായകമായ ചില തീരുമാനങ്ങൾ കൂടി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനായിട്ടുണ്ട്. അതിലൊന്ന്, ബംഗ്ലാദേശും നമ്മളുമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന ഇടക്കാല സർക്കാരും ഇന്ത്യയോട് അത്ര സമരസപ്പെട്ടു പോകുന്ന രീതിയല്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ അവിടെ ഇപ്പോൾ അതിർത്തിയിൽ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതായത് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നടന്നൊരു വെടിവെപ്പാണ്. ആ വെടിവെപ്പിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് ഇന്ത്യയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു വിവാദം ഇപ്പോൾ ബംഗ്ലാദേശ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഷേഖ് ഹസീനയുടെ ചില പ്രസ്താവനകൾ ബംഗ്ലാദേശിനെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. ഇതൊക്കെ ഒരു വലിയ വിഷയത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെത്തണം. ഷേഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ സംസാരത്തിന് കടിഞ്ഞാണിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നീങ്ങിയേക്കാം. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നു. കാരണം ഇപ്പോൾ ഏതായാലും ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഒരു രാഷ്ട്രീയ നേതാവ്, ഷേഖ് ഹസീനെ പോലൊരു നേതാവ്, അവർ ഒരു രാജ്യത്തിരുന്നുകൊണ്ട്, അതായത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിരുന്നുകൊണ്ട് അവരൊരു പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ സമ്മതമില്ലാതെ നടക്കില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടിയാൽ ആ രാഷ്ട്രീയ അഭയം തേടിയ രാജ്യത്തിരുന്നു കൊണ്ട് മറ്റൊരു രാജ്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ ഒരു പെർമിഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഷേഖ് ഹസീന ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഷേഖ് ഹസീന കൂടുതലൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ അവിടെ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണെന്നുള്ളതും ഇപ്പോൾ അവിടെ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മാത്രമാണ് ഷേഖ് ഹസീന പറഞ്ഞത്. ഇതാണ് ബംഗ്ലാദേശിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് പറയുന്നത് ഇന്ത്യ അതിന് അവസരമൊരുക്കി കൊടുക്കുന്നു ബംഗ്ലാദേശിനെ കുറിച്ച് പറയാൻ. അവർ വായടച്ചിരിക്കണമെന്നാണ്. നിങ്ങൾ അഭയം കൊടുത്തോളൂ, പക്ഷേ അവർ മിണ്ടരുത് എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശിനെ ചൊടിപ്പിക്കാനാണോ ഇല്ലെങ്കിൽ ഷേഖ് ഹസീനയ്ക്ക് പറയാനുള്ളത് പറയട്ടെ എന്നാണോ ഇന്ത്യയുടെ തീരുമാനമെന്നറിയില്ല. ഏതായാലും അതിലൊരു നിർണായക ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അതായത് ഷേഖ് ഹസീനയെ ഒന്നുകിൽ ബംഗ്ലാദേശിന് കൈമാറുന്ന തരത്തിലേക്കോ, ഇല്ലെങ്കിൽ ഷേഖ് ഹസീനയെ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ബംഗ്ലാദേശുമായി ഒരു ഫൈറ്റ് തുടങ്ങുന്ന തരത്തിലേക്കോ, അതല്ല എങ്കിൽ ഷേഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഇനി പ്രസ്താവനകൾ ഉണ്ടാകുന്നില്ല എന്ന തരത്തിലേക്കോ നാം മാറേണ്ടതായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം സേനകളോട് സജ്ജമായിരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ എല്ലാ സൈന്യവും സജ്ജമായിരിക്കണം. കാരണം ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന സംഘർഷം, ഇസ്രായേൽ ഹമാസ് സംഘർഷം, റഷ്യ ഉക്രൈൻ യുദ്ധം, ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ, അതിലൊക്കെ നാം കരുതലുണ്ടാകണം. ഏത് നിമിഷവും നമുക്കൊരു യുദ്ധ സാഹചര്യത്തിലേക്കാണ് നാം നീങ്ങുന്നതെന്നാണ്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ആ തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കുവാനായിട്ട് ഭീകരവാദികൾ ശ്രമിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇന്ത്യ അതിർത്തി കടന്ന് ഈ കാശ്മീരിൻ്റെ ആ അതിർത്തി കടന്നുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ അതിൻ്റെ പരിസരത്തോ ഇന്ത്യ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതകളുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള മറ്റൊരു വിഷയമാണ് പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാനെതിരെ നടക്കുന്ന പ്രക്ഷോഭം. അതിൻ്റെ ഗതി എന്താകുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയം. മറ്റൊന്ന് ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു വിഷയം. ഇതിനിടയിൽ ആകെ നമുക്കൊരു സമാധാനം എന്നുള്ളത് ചൈനയുമായിട്ടുള്ള നമ്മുടെ ചില അതിർത്തി തർക്കങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം കണ്ടെത്താൻ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിഞ്ഞിരിക്കുന്നു. ഒന്നിച്ച് മുൻപോട്ട് പോകുന്നതിന് ചില സൂചനകൾ ചൈനീസ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ഉന്നത വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരികയുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം പരിസമാപ്തിയിൽ എത്തിക്കേണ്ട ഒരു വലിയ കടമയും ഇന്ത്യയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം പുടിൻ തന്നെ പറഞ്ഞത് ഇടനിലക്കാരായി ഇന്ത്യ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് 2025 അധിക മാസങ്ങളില്ല. ആ 2025 എത്തുമ്പോൾ RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നു. ആ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ RSS ഈ രാജ്യത്തെ ജനങ്ങളോട് മുൻപോട്ട് വെച്ച ചില അജണ്ടകൾ അല്ലെങ്കിൽ അവരുടെ ചില മുദ്രാവാക്യങ്ങൾ നടപ്പാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് രാമക്ഷേത്രം അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നായിരുന്നു. അതിലേറെ അവർ ഉച്ചത്തിൽ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളൊന്നും ഏക സിവിൽ കോഡാണ്. ആ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് അടുത്ത പാർലമെൻറ്റ് സെഷനിൽ ഏക സിവിൽ കോഡ് വരിക തന്നെ ചെയ്യും. കാരണം 2025 അടുത്ത പാർലമെൻറ്റ് സെഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിന് മുൻപ് ഏകീകൃത സിവിൽ കോഡിൻ്റെ വരും. കാരണം ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ വഖഫ് ബോർഡിൻ്റെ ബില്ല് വരുന്നു. ഇതിന് ശേഷം ഒരു വലിയ ഒരു തിളക്കത്തോടു കൂടി ആകണം 100 വയസ്സ് തികയുന്ന RSSൻ്റെ ആഘോഷമെന്ന് RSSന് ഒരു നിശ്ചയദാർഢ്യമുണ്ട്, ആഗ്രഹമുണ്ട്. അതിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പരിശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് സെപ്റ്റംബർ 18 ശേഷം എന്തു സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി. ഏതായാലും ജ്യോതിഷം സത്യമോ മിത്താണോ സത്യമാണോ എന്നറിയില്ല എങ്കിൽ പോലും അതിൽ പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ജ്യോതിഷം എപ്പോഴും പ്രവചന സ്വഭാവമുള്ളതാണ്. ആ പ്രവചനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന അനേകം വഴികൾ മുൻപിൽ തുറന്നു കിടക്കും. അത് റഷ്യ ഉക്രൈൻ യുദ്ധമായാലും അതിൻ്റെ മധ്യസ്ഥ ശ്രമമായാലും, ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശ് വിഷയം ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതകളായാലും, പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന വലിയ പുരസ്കാരമായാലും ഒക്കെ തന്നെ സാധ്യതകളുടെ ആ ഒരു വലിയ വാതിലുകൾ തന്നെ തുറന്നിട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് തന്നെയാണ് ഈ ലേഖനത്തിനകത്ത് ചില കൗതുകങ്ങളും ആ കൗതുകങ്ങൾക്കപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളും നമ്മൾ തിരയാൻ തുടങ്ങിയത്. ഏതായാലും സെപ്റ്റംബർ 18 ശേഷമോ ഇല്ലെങ്കിൽ ഇപ്പോൾ മുതലോ ഒക്കെ ഇതൊക്കെ എപ്പോഴും സംഭവിക്കാവുന്നതാണ്. കാരണം ഒരു ഭാഗത്ത് യുദ്ധസമാനമായ ഒരു സാഹചര്യം, മറുഭാഗത്ത് യുദ്ധം തീർക്കാൻ നടക്കുന്ന ഒരു രാജ്യം, അങ്ങനെയൊക്കെ ഉള്ളൊരു ലേബലിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. അതിനിടയിൽ നമുക്ക് ആശ്വാസകരമായ അനവധി വാർത്തകളും വരുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് വലിയ കുതിപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.